നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപകടം പതിവായ കൊപ്പം വളാഞ്ചേരി പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. നടുവട്ടം ഒന്നാന്തിപ്പടിയിൽ പാടത്തിനോട് ചേർന്ന് സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. അപകടം പതിവായ കൊപ്പം വളാഞ്ചേരി പാതയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. കൊപ്പം ഒന്നാന്തിപ്പടിയിലാണ് ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഒന്നാന്തിപ്പടിയിൽ പാടത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് അപകടം പതിവായിരുന്നു. ഇവിടെ കൈവരികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഏറെക്കാലത്ത് ആവശ്യമാണ്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇതിനായുള്ള പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പാർശ്വഭിത്തികൾ നിർമ്മിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA സമർപ്പിച്ച 2 പദ്ധതികളിൽ ഒന്നാണ് ഒന്നാന്തിപ്പടിയിലെ പ്രവൃത്തികൾ. ഇതിന് നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ പാതയിൽ അപകടം പതിവാണ്. പലയിടത്തും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും നിലനിന്നിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് ഒന്നാന്തിപ്പടിക്ക് സമീപം പപ്പടപ്പടിയിൽ സ്കൂട്ടർ ലോറിയിലിടിച്ച് യുവാവ് മരിച്ചത്. അപകടം പതിവായ പുലാശ്ശേരി വളവിലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും. ഇതിനായുള്ള പദ്ധതികളും സർക്കാരിന് സമർപ്പിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിനെതിരെ പരാതിയുമായി നിക്ഷേപകർ രംഗത്ത്. സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ പണം നഷ്ടപ്പെട്ട ഇടപാടുകാരാണ് നീതി തേടി തൃത്താല പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചെത്തിയത്. തൃത്താല മാട്ടാട്ടയിൽ പ്രവർത്തിച്ചിരുന്ന തൃത്താല ബ്ലോക്ക് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപനത്തിലെ ഇടപാടുകാരാണ് പ്രതിഷേധിച്ചെത്തിയത്. പണം നഷ്ടപ്പെട്ടവരിൽ 14 പേർ മാർച്ച് ആദ്യവാരത്തിൽ തന്നെ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയായി FIR ഇടാൻ അധികൃതർ വിസമ്മതിച്ചതാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിൽ സംഘടിച്ചെത്താൻ ഇടയാക്കിയത്. ഇവർക്ക് മാത്രമായി ഏകദേശം 20 ലക്ഷം കിട്ടാനുണ്ട്. അർബുദ രോഗിയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ പിരിച്ച പണവും ആവശ്യാനുസരണം എടുക്കാനായി ഇവിടെ നിക്ഷേപിച്ചിരുന്നു. ഭിന്നശേഷിക്കാരും പെൻഷൻകാരുമെല്ലാം ഇവിടെ നിക്ഷേപകരായുണ്ട്. 2 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വന്ന സ്ഥാപനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. കാര്യങ്ങൾ പഠിച്ച ശേഷം കേസെടുക്കാമെന്ന അധികൃതരുടെ നിലപാടിൽ പ്രതീക്ഷയർപ്പിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് നിക്ഷേപകർ. പട്ടാമ്പി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലാണ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് പദ്ധതികൾ വ്യവസായ വകുപ്പിൻ്റെ വ്യവസായ ഓഫീസർ ഷുഹൈൽ വന്നതിന് ശേഷം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ സാധിച്ചു. എന്തായാലും ഈ വർഷത്തെ പദ്ധതിയിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെയൊക്കെ സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് നമുക്കിവിടെ ഒരു റൂമ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ നടത്തിയത്. വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷനായിരുന്നു. വ്യവസായ വികസന ഓഫീസർ മുഹമ്മദ് സുഹൈൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ തസ്നീമ ഇസ്മയിൽ, മറ്റു അംഗങ്ങളായ PT മുഹമ്മദ്, PP ഉണ്ണികൃഷ്ണൻ, PK ബഷീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി ചുമതലയേറ്റു. നിലവിലെ മേൽശാന്തിയായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി അത്താഴപൂജ കഴിഞ്ഞ് താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് സ്ഥാനമൊഴിഞ്ഞു. താക്കോൽക്കൂട്ടം സ്വീകരിച്ച് അച്യുതൻ നമ്പൂതിരി ചുമതലയേറ്റു. അച്യുതൻ നമ്പൂതിരി 6 മാസക്കാലം ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പുറപ്പെടാ ശാന്തിയായി പൂജകൾ ചെയ്യും. സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരിക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭഗവത് സേവനത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകി. ഭരണസമിതി അംഗം C മനോജ് ഉപഹാരം സമ്മാനിച്ചു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ മേൽശാന്തി സേവനത്തിന്റെ തിരിച്ചറിയൽ കാർഡ് നൽകി. 4ാം വർഷവും റംസാൻ പാട്ടുകൾ പാടി ചങ്ങരംകുളം തെരിയത്ത് സ്വദേശി 8ാം ക്ലാസ് വിദ്യാർത്ഥി ഫെർമീസ് താരമാകുന്നു. ചങ്ങരംകുളം മൂക്കുതല തെരിയത്ത് അച്ചിവീട്ടിൽ അഷ്റഫ് സലീന ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ മകൻ ഫെർമീസാണ് ഈദും നിലാവ് 2025 റംസാൻ ആൽബത്തിൽ പാട്ടുകൾ പാടിയത്. മലയാളം, അറബി ഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ ഗാനങ്ങളിലൂടെ കുടുംബത്തിനകത്തു നിന്നാണ് കൊച്ചുമിടുക്കൻ പാട്ടുകൾ പാടി തുടങ്ങിയത്.
സംഗീതത്തിനോടുള്ള താൽപ്പര്യമറിഞ്ഞ് വീട്ടുകാർ ശ്രീനിമാഷുടെ പക്കൽ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ പടിപടിയായുള്ള ഉയരങ്ങൾക്ക് പിറകിൽ റഷീദ് ആലിക്കരയുടെ മികച്ച പിന്തുണയും വലിയ പ്രോത്സാഹനവും മുതൽക്കൂട്ടായി. കഴിഞ്ഞ 4 വർഷമായി ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാൾ ബക്രീദിനും ആത്മീയ ഗാനങ്ങളുടെ ആൽബങ്ങളിൽ പാട്ടുപാടി ഫെർമിസ് താരമായി. പള്ളികളിലെ മജ്ലിസുകളിലും കുടുംബക്കാരുടെ വിവാഹവേദികളിലും പാടിയ പാട്ടുകളെല്ലാം ഓരോ തവണയും സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി. ആൽബത്തിനായി ലഭിച്ച അവസരങ്ങളിൽ പാടിയ പാട്ടുകൾ ഇതിനകം വൈറലായിട്ടുണ്ട്. ഇപ്പോൾ സീസൺ 7 കുട്ടിക്കുപ്പായം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 2ാം റൗണ്ടിൽ എത്തിയ മിടുക്കൻ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ്. മൂക്കുതല PCNGH സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫെർമിസ് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, അറബിഗാനം തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. വിളയൂർ കളരി ഭഗവതി ക്ഷേത്രം ഉത്സവാഘോഷങ്ങൾക്കൊരുങ്ങി. ഈ മാസം 3 മുതൽ 10 വരെയാണ് ഉത്സവം ആഘോഷിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ ചടങ്ങുകളുടെ സമയക്രമങ്ങളിലും ഇത്തവണ മുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തൂതപ്പുഴയോട് സ്ഥിതി ചെയ്യുന്ന വിളയൂർ പഞ്ചായത്തിലെ അതിപ്രാചീനമായ ക്ഷേത്രമാണ് വിളയൂർ കളരി ബോധി ക്ഷേത്രം. ഏപ്രിൽ 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. ഏപ്രിൽ 3-ന് ക്ഷേത്രതന്ത്രി ആമയൂർ മനക്കൽ രാമൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി പ്രകാശൻ എമ്പാതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. 11 മണിയോടെ വടക്കേ നായർ കൊടുക്കുന്ന കൂറ വാങ്ങി ക്ഷേത്രം കുറിപ്പ് 3 വട്ടം ദേശക്കാരോട് സമ്മതം ചോദിച്ച് കൂറയിടൽ നടക്കും. ഒപ്പം മുളയ്ക്കൽ തറവാട്ടുകാർ കൊണ്ടുവരുന്ന മുള ദേശത്തെ തച്ചൻ വൃത്തിയാക്കി മുളയിൽ കൂറ ചാർത്തുന്ന കൂറയിടൽ ചടങ്ങും നടക്കും. ഇത്തവണ മുതൽ ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ആറാട്ടിന് കുട്ടിപ്പുറപ്പാട് നടക്കുന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻവർഷങ്ങളിൽ അത്താഴ്പൂജയ്ക്ക് ശേഷമായിരുന്നു ആറടിക്കാൻ പോയിരുന്നത്. എന്നാൽ ഈ കീഴ്വഴക്കം ശരിയല്ലെന്ന് പ്രശ്നവശാൽ തെളിയുകയും തുടർന്ന് ചടങ്ങുകളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയുമായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. ഈ വർഷം ഏപ്രിൽ 3-ന് കൂറയിട്ട് ഏപ്രിൽ 10-ന് ആറാട്ടോടുകൂടി സമാപിക്കും. മീനമാസത്തിലെ ഉത്രനാളിലാണ് ആറാട്ട്. അതിനനുസരിച്ച് അതിന് മുന്നേ വരുന്ന മകിരനാളിലാണ് സാധാരണയായി കൂറയിടുന്നത്. ഈ വർഷത്തെ ചടങ്ങുകളിൽ ചില സമയക്രമീകരണങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് സാധാരണ അത്താഴപൂജ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ക്ഷേത്രക്കടവിലെ ആറാട്ടിന് പോയിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം വെച്ചതിൽ അതിൽ ചില അപാകതകളുണ്ട് എന്ന് തന്ത്രിയുടെയും പ്രശ്നപശ്ചാത്തലം തെളിഞ്ഞത് കാരണം ഈ വർഷം ആ കാര്യങ്ങളിലെല്ലാം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സാധാരണ 8:30 മണിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം അവസ്ഥ മാറ്റി ദീപാരാധനയോടുകൂടി 6:30 ആറാട്ടുകടവിലേക്ക് പോവുകയും 8:30 ക്ഷേത്ര ചടങ്ങുകൾ അവസാനിപ്പിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് പുറത്തെ സ്റ്റേജിലെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. ക്ഷേത്രക്കടവിലെ ആറാട്ടിന് ശേഷം കളനൃത്തം, അരിയേറ് എന്നിവയും നടക്കും. രാത്രി 8 മണിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഉത്സവാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം 3-ന് വൈകുന്നേരം മുഹമ്മദ് മോസിൻ MLA നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി ഭദ്രദീപം തെളിയിക്കും. ക്ഷേത്രം ഏർപ്പെടുത്തിയ കളരി ഭഗവതി പുരസ്കാരവും കൊച്ചുണ്ണി പെരുമ്പ്രനായർ ക്യാഷ് അവാർഡും കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റ കുന്നത്ത് രാധാകൃഷ്ണക്കുറുപ്പിന് ചടങ്ങിൽ സമ്മാനിക്കും. വിവിധ കലാപരിപാടികളും തുടർന്ന് ഉണ്ടായിരിക്കും. മോസിൻ MLA ഉദ്ഘാടനം ചെയ്യാണ്. അത് ഈ വർഷത്തെ പുരസ്കാരം കല്ലാറ്റക്കുന്നത്ത് രാധാകൃഷ്ണക്കുറുപ്പിനാണ് ക്ഷേത്ര പുരസ്കാരം നൽകുന്നത്. ശ്രീ കളരി പുരസ്കാരം വർഷങ്ങളായിട്ട് കൊടുത്തു പോരാണ്. കൊച്ചുണ്ണി പെരുമ്പ്രനായർ സ്മാരക അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മറ്റുമെല്ലാം കൊടുക്കാനുള്ളത്. അതോടൊപ്പം പരിപാടികൾ 1-ാം ദിവസ പരിപാടി ക്ഷീരസാഗരം എന്ന പരിപാടിയാണ്. കുറ്റിപ്പുറം സത്യസായി ബാലവികാസ വിദ്യാനികേന്ദ്രീകരണം അവതരിപ്പിക്കുന്ന പരിപാടിയാണ് ക്ഷീരസാഗരം. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഓരോ ദിവസങ്ങളിലും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കി കഥകളി, അഷ്ടപതി, മെഗാ തിരുവാതിരക്കളി, ഐശ്വര്യദീപ സമർപ്പണം എന്നിവയും ഉത്സവ നാളുകളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്താ വെച്ചാൽ ആറാട്ടൊക്കെ നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയിരുന്നത്. ഒരു 12:30 മണിക്കാണ് ആറാട്ട് ദിവസം ഭഗവതിനെ ആറാടിക്കാൻ വേട്ടക്കരങ്കാവിലേക്കും കീഴടമായ വേട്ടക്കരങ്കാവിലേക്കും തുടർന്ന് മോതിരപ്പെട്ടക്കടവിലേക്കും ആറാടിക്കാൻ കൊണ്ടുവരുന്നത്. ആദ്യം ഈ പ്രാവശ്യം രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് 12 മണിയോട് കൂടിയിട്ട് ഭഗവതി ക്ഷേത്ര മതിലിനകത്ത് കിടക്കും ഇപ്രാവശ്യം. മറ്റേ സാധാരണ അത് വൈകുന്നേരത്തിൽ 4-5 മണിക്കാണ് കിടന്നിരുന്നത്. അതിന് സമയമാറ്റം ഇപ്രാവശ്യം വന്ന്
ഒരു പ്രധാന മാറ്റം തന്നെയാണ്. 23 പരം വിവിധ തരത്തിലുള്ള വേലകൾ ഏകദേശം 4 മണിക്ക് ശേഷം പാരമ്പര്യ തറ പൂതൻ ഇത്യാദി വേലകൾ ആദ്യം വരും. അത് കഴിഞ്ഞാൽ പിന്നെ പെരുമനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 7 മണി മുതൽ 9:30 മണി വരെ പെരുമനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 101 ആളുടെ പാണ്ടിമേളാണ്. അപ്പോൾ ഈ വരുന്ന ആനകളെ പിന്നെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പാണ്ടിമേളം അവതരിപ്പിക്കുക. ഏപ്രിൽ 8-നാണ് ഉത്സവ പുറപ്പാട് ദിവസമാണ് വൈകുന്നേരം ഐശ്വര്യദീപ സമർപ്പണം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിശിഷ്ട വ്യക്തികൾ ഭദ്രദീപം തെളിയിക്കും. രാത്രി 8 മണിക്ക് ഗജവീരന്റെ അകമ്പടിയോടെ കാരൻകടവിലേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തുടർന്ന് തൃത്താല സിനിയും മണ്ണാർക്കാട് മോഹനും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും. ഏപ്രിൽ 10-നാണ് ആറാട്ടോത്സവം. രാവിലെ ഗജവീരന്റെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പും തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തും. 23 പരം ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വേലവരവ് നടക്കുക. പാരമ്പര്യ വേലകളും ക്ഷേത്രത്തിലെത്തും. രാത്രി 7 മണിക്ക് ദേവസ്വവും പൂവാനിക്കുന്ന് കണ്ണേങ്കാവ് വേല കമ്മിറ്റികളും കൂടി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗംഭീര പാണ്ടിമേളവും ഉണ്ടായിരിക്കും. പെരുമനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 100-ൽ കലാകാരന്മാരാണ് പാണ്ടിമേളത്തിൽ അണിനിരക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം വളരെ പുരാതന കാലം, ഒരു 1000-ൽ പരം വർഷം പഴക്കമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ തിരുമാതാംകുന്നിലമ്മയുടെ അവിടേക്കുള്ള കളമ്പാട്ട് കഴിഞ്ഞാൽ ഇവിടെ 6 മാസത്തോളം കളമ്പാട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ എങ്ങനെയുള്ളൂ. 3-ാം തീയതി തുടങ്ങി 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത്. ജാതിപഥം ഭേദമന്യേ എല്ലാവരും ദേവിയുടെ അവിടെ വന്നുകൊണ്ട് അനുഗ്രഹം വാങ്ങാറുണ്ട്. വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ AK പ്രദീപ് കുമാർ, സെക്രട്ടറി K രാമചന്ദ്രൻ, പ്രസിഡന്റ് ഹരിദാസ് ചർക്കത്തൊടി, ട്രഷറർ BV ഹരിദാസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ A നിതീഷ്, K പ്രജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.